നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് ഡിസ്കഷൻ വരുന്നത് വളരെ രസകരമായിട്ടൊരു സബ്ജക്റ്റാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പലതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നും ശരിയായി കിട്ടേണ്ടതില്ല എന്നും എല്ലാം ശരിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നും ശരിയാക്കിയാണ് ജീവിതങ്ങൾ മുഴുവൻ ശരിയാവുള്ളൂ എന്നും കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലായിട്ട് പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളെ കണ്ട് പരിചയവും ബന്ധവും ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളാകുമ്പോൾ ഇവിടെ എഴുതാൻ പഠിക്കുമ്പോഴേ ആദ്യം കുട്ടികൾ എവിടെ എഴുതാൻ പഠിക്കുക? അരിയിലോ നെല്ലിലോ മണലിലോ ഒക്കെ എഴുതലും ചിത്രം വരയ്ക്കലും പഠിക്കുക അല്ലേ. രണ്ടാമതിന് കുറച്ചും കൂടി കഴിഞ്ഞാൽ എവിടെ പഠിക്കുക? സ്ലേറ്റ് പെൻസിലും കൊണ്ട് സ്ലേറ്റിൽ എഴുതും. അത് കഴിഞ്ഞാലോ കടലാസ് പെൻസിലും കൊണ്ട് കടലാസിൽ എഴുതാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾക്ക് പെന്ന് കിട്ടുക, റൈറ്റ്? ഇത് എഴുതാൻ പഠിക്കുകയും ചിത്രം വരയ്ക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, അതായത് നമ്മൾ നമ്മുടെ ഈ എഴുതാൻ പഠിക്കുന്നതും ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചത്? ആദ്യം മണലിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ അരിയിൽ നെല്ലിൽ എഴുതിയിട്ട് എന്താ കാരണം പറഞ്ഞാൽ ഈസി ആയിട്ട് മായ്ക്കുക. അത്ര തെറ്റിയാലും കുഴപ്പമില്ല എന്നർത്ഥം. തെറ്റുകൾ കുഴപ്പം വരാത്ത രീതിയിൽ മായ്ക്കാനുള്ളത് നമ്മൾ നേരത്തെ ഉൾക്കൊണ്ടിട്ട് തെറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് മണലിലോ അരിയിലോ നെല്ലിലോ എഴുതണമെന്ന് അർത്ഥം. ക്ലിയർ? രണ്ടാമത് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ എളുപ്പം കൈകൊണ്ടോ ഒരു തുണിയും കൊണ്ടോ മായ്ച്ചാൽ ആ പെൻസിൽ മാത്രമേ ഉള്ളൂ, ചെറിയ നഷ്ടമാണോ വരുള്ളൂ, അതുകൊണ്ട് അങ്ങനെ എഴുതി പഠിക്കാന്ന് പറഞ്ഞിട്ട് സ്ലേറ്റിൽ എഴുതി. മൂന്നാമത് കുറച്ചും കൂടി നഷ്ടം വന്നോട്ടെ, റബ്ബറും വയ്ക്കോട്ടെ, പെൻസിലിൻ്റെ മൊനയും തേഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി നഷ്ടം വന്നോട്ടെ, ബിക്കോസ് തെറ്റൽ വീണ്ടും കുറഞ്ഞല്ലോ എക്സ്പീരിയൻസ് കൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കടലാസ് പെൻസിൽ കൊണ്ട് എഴുതി. വീണ്ടും നമുക്ക് തെറ്റ് വളരെ കുറയും, പേജ് കീറിക്കളയേണ്ടി വരില്ല എന്ന് ഉറപ്പായപ്പോൾ മായാത്ത പെന്ന് കൊണ്ട് എഴുതാൻ തുടങ്ങി. ബിക്കോസ് പെന്ന് കൊണ്ട് എഴുതി തെറ്റിയാൽ പേപ്പറോ ബുക്കോ മാറ്റും. എന്നാലും നമ്മൾ റിസ്ക് എടുക്കും. എന്താ കാര്യം? ഇത്ര എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലിയർ? ഇതേപോലെയാണ് നമ്മളുടെ കച്ചവടം, ബിസിനസ് ആയാലും നമ്മളുടെ തൊഴിൽ, ഒരു ജോബായാലും, എസ്പെഷ്യലി ലൈഫായാലും, ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നതായാലും ഒക്കെ. പക്ഷെ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇത് ചെയ്ത് വന്ന എക്സ്പീരിയൻസ് നമുക്കൊക്കെ ഉണ്ടായെങ്കിലും നമുക്കൊക്കെ ഇത് അറിയുമെങ്കിലും നമ്മൾ പല സമയത്തും ഇത് മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ തരത്തിലാണെന്ന് പറഞ്ഞാൽ എളുപ്പം ജോലി കിട്ടുമെന്ന് വേണ്ടൊന്ന് പഠിക്കും, ജോലി കിട്ടില്ല. അപ്പോൾ ജോലി കിട്ടാതായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് അപ്സ്കിൽ ചെയ്യാനോ അതിൽ നിന്ന് വെച്ചിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്യാനോ ട്രൈ ചെയ്യാതെ അപ്പം ഗീവ് അപ്പ് ചെയ്യും. ഇതോടെ കഴിഞ്ഞു പരിപാടി എന്ന് പറഞ്ഞിട്ട്. ഇതോടെ കഴിഞ്ഞു. അതായത് ഈ ലോകത്തൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നും എല്ലാം പ്രോഗ്രസീവ് ആണെന്നുമുള്ള സത്യം. നത്തിങ് ഇൻ ദ വേൾഡ് ഈസ് പെർഫെക്റ്റ്, എവറിത്തിങ് ഈസ് പ്രോഗ്രസീവ്. നേരത്തെ പറഞ്ഞ പോലെ ശരിയാക്കി വരണം. ഒന്നും ഇവിടെ ശരികളില്ല. ഇപ്പോഴുള്ള ശരി അവസാനം ശരിയാക്കിയത് എന്നത്തെ ശരിയാണോ? ഒരിക്കലല്ല. ഇത് മാറും. ബിക്കോസ് വേൾഡ് ഈസ് ഇവോൾവിങ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പലതും പെർഫെക്ഷന് വേണ്ടി ട്രൈ ചെയ്യും. അത് കിട്ടാണ്ടാവുമ്പോൾ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് ശരിയായി. സത്യത്തിൽ ഈ നമ്മൾ എഡിസൺ പറഞ്ഞ പോലെ ബൾബ് കത്തിക്കുമ്പോൾ 100 പ്രാവശ്യം ഫിലമെൻറ്റ് കത്തിച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ അത് കത്താതായപ്പോൾ നിങ്ങൾ 100 പ്രാവശ്യം തോറ്റൂലേ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 പ്രാവശ്യം ഞാൻ തോറ്റതല്ല, 100 രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ ഇത് കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായെന്ന്. എനിക്ക് മനസ്സിലായ സംഗതി. അപ്പം 100 പ്രാവശ്യവും ഹി ഹാഡ് മൂവ്ഡ് ഫോർവേഡ്. അല്ലാതെ ഫെയിലിയർ അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഫെയിലിയർ ആ ചെയ്ത ആക്ഷൻ്റെ ഫീഡ്ബാക്ക് ആയിരുന്നു എന്ന് എടുക്കാൻ കഴിഞ്ഞ ആളുകൾക്ക് മുന്നേറി പോകാൻ പറ്റും. ഗീവ് അപ്പ് ചെയ്ത ആളുകൾക്കോ മുന്നേറി പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് മുഴുവൻ പഠിക്കണു, പറ്റില്ലാണ്ട് നിർത്തണോ, ഗീവ് അപ്പ് ചെയ്യണോ, എനിക്കിതല്ല പറഞ്ഞിട്ട് ചാടി കളിച്ച് പുതിയ കാര്യങ്ങൾ, ബൾബിന് പകരം വേറൊരു സാധനം കണ്ടുപിടിച്ചാണെങ്കിൽ എഡിസൺ എത്തില്ല. കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം, വിഷൻ വേണം, ക്ലാരിറ്റി വേണം, കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം ലൈഫിൽ. ക്ലിയർ ആയോ ലോജിക്ക് പറയണത്? ഇതേപോലെ ഇത് ഞാൻ പറയുന്ന പ്രൊഫഷനിലാണ്. ഇനി അടുത്ത പ്രൊഫഷനിൽ മാറിയിട്ട് ലൈഫിൽ, ജീവിതത്തിൽ കല്യാണം കഴിയും. അല്ലെങ്കിൽ ഒരാളിനെ ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ കുറേ കുട്ടികളൊക്കെ കാണുന്നു, പരിചയപ്പെട്ടുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ കല്യാണത്തിന് സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ കല്യാണം അത് കഴിഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ മാരേജിലേക്ക് വരുന്നു. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള ആദ്യ ഹണിമൂൺ ടൈമിലുള്ള ആ സമയത്തെ ബന്ധം അതുപോലെ സുഖമായിരിക്കുമോ ലൈഫ്? അതിനേക്കാട്ടും സുഖമാണ് ലൈഫ്, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ സൈക്കിൾ കണ്ട് വേറൊരാൾ ചവിട്ടിന് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഓടിക്കുന്ന കാണുമ്പോൾ അത് നല്ല സുഖമാണ്. ഇത് നമ്മൾ ഓടിക്കണമെങ്കിൽ അവിടെ കുറച്ച് പണിയുണ്ട്. അതേപോലെ നമ്മൾ ഹണിമൂൺ പീരീഡിൽ പുറത്ത് അങ്ങോട്ടും ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ടേബിളിൽ ഇരുന്നപ്പോൾ ഉള്ള ഗുഡ് ടൈംസ് മാത്രമല്ല മാരേജ് ചെയ്ത് ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പുകൾ വരും. അത് ബിക്കോസ് ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് വളരെ നന്മ മാത്രം അങ്ങോട്ടും കാണുന്ന സമയം.
അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒപ്പം ഇരിക്കുമ്പോൾ ആ രണ്ട് കൂട്ടരുടെയും ചെറുതായിട്ട് തിന്മ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് വരും. തിന്മയല്ല, പോരായ്മകൾ. അല്ലെങ്കിൽ അപ്പോഴാണ് റിയാലിറ്റി അവിടെ മനസ്സിലാവുന്നത്. സത്യത്തിൽ ലൈഫ് മുന്നോട്ട് പോവുക ചെയ്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ സമയത്ത് പല ആളുകളും അവിടെ വെച്ചിട്ട്, ബിക്കോസ് അവർ വിചാരിക്കുന്നത് ശരിയുള്ള സാധനം ഇവിടെ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ ചോയ്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് പലരും ബാക്ക് ഔട്ട് ചെയ്യും. ഈ ബാക്ക് ഔട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ ഒന്നുകൂടി പറയാനുള്ളത്, നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്ത് എവിടേക്ക് പോയാലും ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് നല്ല ലൈഫ് കിട്ടുമായിരിക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ ഇതേപോലുള്ള ലൈഫിൽ കൂടെ ജേണിയിൽ കൂടെ പോയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള മനസ്സിലുള്ളവർക്ക് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് നമ്മളൊരു ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ നേരത്തെ പറയാം, ഇക്കിഗൈ നന്നായി ശ്രദ്ധിക്കാം, പഠിക്കാം. നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യാം. പഴയ കാലമല്ല, നന്നായി ശ്രദ്ധിച്ച് പഠിച്ച് അത് ജോബായിക്കോട്ടെ, അത് ലൈഫായിക്കോട്ടെ, ഏത് കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ടൈം കൊടുക്കുക. അതിൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പരസ്പരം വീണ്ടും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പോരായ്മകളുടെ 10 മിസ്മാച്ച് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. ആ 10 മിസ്മാച്ചിനെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്താൽ, പരസ്പരം ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്പൺനെസ് ഉണ്ടായാൽ 4 ഫാക്ടറും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ 1 ഓപ്പൺ ടു ഹിയർ, കേൾക്കാൻ. 2 ഓപ്പൺ ടു ടോക്ക്, ക്ലിയർ. അടുത്തത് ഓപ്പൺ ടു ലേൺ ആൻഡ് ഓപ്പൺ ടു ഷെയർ. ഈ 4 ഫാക്ടേഴ്സിൽ നമ്മൾ ഉയരുക. അതായത് കേൾക്കാൻ തയ്യാറാവുക, സംസാരിക്കാൻ തയ്യാറാവുക വളരെ പേഷ്യൻ്റായിട്ട്. അത് കഴിഞ്ഞ് പുതിയ കാര്യങ്ങൾ, പുതിയ തലമുറൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ആ പഠിച്ച കിട്ടിയ സത്ത് ഷെയർ ചെയ്യാൻ തയ്യാറാവുക. ഈ രീതിയിലുള്ള ഇതായിരിക്കണം നമ്മുടെ ബന്ധങ്ങളിലൊക്കെ എല്ലാവരെയും, ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ എല്ലാവരും ഈ രീതിയിൽ നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ രണ്ടാളും തമ്മിലുള്ള കപ്പിൾസ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം 8 കണ്ടു. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് വീണ്ടും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ 8 ആവും, ചിലപ്പോൾ 11 ആവും, ചിലപ്പോൾ 13 ആവും. പക്ഷേ വീണ്ടും ഡിസ്കസ് ചെയ്തു. അതായത് ദാറ്റ് മീൻസ് പ്രോഗ്രസീവ് ആവുകയാണ്. അപ്പോൾ ഈ വീണ്ടും ഡിസ്കസ് ചെയ്ത് 13 ആകുമ്പോൾ അയ്യേ എനിക്ക് നടക്കില്ല, അയ്യേ ഇത് നമ്മൾ തമ്മിൽ യോജിക്കില്ല. അത് നമ്മുടെ ഇമോഷനാണ് പ്രശ്നം. വീണ്ടും നോക്കണം, വീണ്ടും ഒന്നും കൂടി ചർച്ച ചെയ്ത് നോക്കണം. അങ്ങനെ കുറച്ച് നോക്കിയിട്ട് യെസ് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞാൽ യെസ് വി ക്യാൻ കൺട്രോൾ. ബട്ട് 99.9% ഈ നേരത്തെ പറഞ്ഞ 4 ഫാക്ടറിൽ കൂടെ കേൾക്കാൻ തയ്യാറാവുക, സംസാരിക്കാൻ തയ്യാറാവുക, അത് കഴിഞ്ഞാൽ പഠിക്കാൻ തയ്യാറാവുക, അത് കഴിഞ്ഞ് ഷെയർ ചെയ്യാൻ തയ്യാറാവുക. ഈ 4 ഫാക്ടറിൽ കൂടെ പോയാൽ ഇന്ന് ഡിവൈഡായി പോകുന്ന, ഗീവ് അപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഗീവ് അപ്പ് ചെയ്യാതെ കറക്റ്റ് ചെയ്യാൻ ഇതെടുക്കാൻ നമുക്ക് കഴിയും. 90% റിലേഷൻഷിപ്പ്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഒരുപാട് റിലേഷൻഷിപ്പുകൾ നമ്മൾ പൊട്ടിപ്പാളീസായി, ഇവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡൈവേഴ്സായ കേസുകൾ, ഡൈവേഴ്സായി പിരിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സോഷ്യൽ ഫാബ്രിക്കിൽ എങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഇത്രയൊക്കെ തെറിയും, ഇത്രയൊക്കെ ആവശ്യമില്ലാത്തൊക്കെ അവനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞല്ലോ, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ, ഇനി ഞാൻ എങ്ങനെ അത് റീകണക്റ്റ് ആവും, ഇനി റീകണക്ട് ചെയ്യാൻ എങ്ങനെ പറ്റും? പക്ഷേ സത്യത്തിൽ റീകണക്ട് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് അവർക്ക് മനസ്സിലായി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ബെറ്റർ ലൈഫ് ഇതായിരുന്നു, എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലാക്കേണ്ടതൊന്നും എന്നെ മനസ്സിലാക്കിയില്ല എല്ലാം തോന്നിയത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലോ കണ്ട ചില കാര്യങ്ങളിൽ ഞാൻ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് സിനിമാറ്റിക് ആണ്, അല്ലെങ്കിൽ സിനിമയായിരുന്നു, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ല, അത് സ്ക്രീനിൻ്റെ പുറത്ത് കാണുന്ന എഡിറ്റഡ് വേർഷൻ ആയിരുന്നു എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഗീവ് അപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെയുള്ള 90% ആളുകളും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേസ് കറക്റ്റായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെ, ഏത് ഗ്രാമത്തിൽ, ഏത് കുട്ടികളുടെ ഇടയിൽ, അതായത് എന്താ പറയുക, കുട്ടികളുടെ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ അവർ പറഞ്ഞ ബൈ ബൈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ അടുത്ത് പോലും ആലോചിച്ച് നോക്കിയാൽ അവർ ബൈ ബൈ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ഗീവ് അവേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിഞ്ഞ് മുമ്പാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറേ ആയിട്ട് കുട്ടികൾ ആയിട്ടാണെങ്കിലും ഡൈവേഴ്സ് ചെയ്ത കേസുകളുടെ അടുത്തൊക്കെ ഉള്ളിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ ഉള്ളി തൊലിച്ച പോലെ തമ്മിൽ കരയുക എന്നല്ലാതെ അതിൻ്റെ അകത്ത് മാറ്റർ ഉണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞ 4 ഫാക്ടറിൽ കൂടെ, അതായത് സംസാരിക്കാൻ തയ്യാറാവുക, കേൾക്കാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക, ഷെയർ ചെയ്യാൻ തയ്യാറാവണം. ആ ബേസിക് ശീലം ആരും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യൊന്നും വേണ്ട. ഈ 4 ശീലങ്ങളിൽ കൂടെ കുറച്ച് പ്രാവശ്യം കൂടി ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ആ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് 90% ഇവിടുത്തെ ഡൈവേഴ്സായിട്ട് പിരിഞ്ഞു കിടക്കുന്ന കേസുകളും കൂടെ. അതേപോലെ തന്നെ ജോബിലും ഓൺട്രപ്രണർഷിപ്പിലും ഒക്കെ. ബിക്കോസ് ഓൺട്രപ്രണർഷിപ്പിലൊക്കെ വലിയ ക്ഷമ വേണം, വലിയ കൺസിസ്റ്റൻസി വേണം, വലിയ പെർസിവറൻസ് വേണം. അപ്പം ലൈഫ് എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാടിലേക്ക് പോകാനുള്ള നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റിക്ക് മുന്നോട്ട് പോകാനുള്ള ഡിസിപ്ലിൻ ഉണ്ടാവണം. അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതിലേക്ക് പോകാനുള്ള പെർസിവറൻസ് ഉണ്ടാവണം. ഇതുപോലുള്ള പല, അതായത് രാമായണത്തിൽ
മാരീചൻ വരുന്ന പോലെ നമ്മുടെ ലൈഫിൽ കുടുംബത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും മറ്റേ എന്തിനാണെങ്കിലും മാരീചന്മാർ പുറത്തു വന്ന് കളിക്കും. അത് കണ്ടിട്ട് ചാടി തീരുമാനം എടുത്താൽ ഒരു ദേഷ്യത്തിന് കിണറ്റി ചാടിയ മറു ദേഷ്യത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ ചിന്തിച്ച് വളരെ ആലോചിച്ച് നേരത്തെ പറഞ്ഞാൽ വീണ്ടും 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 റീതിങ്ക് ചെയ്ത് എന്നിട്ടേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാവൂ. അതിൻ്റെ അണ്ടർലൈൻ ചെയ്യണം ഒന്നുകൂടി, ഇവിടെ ഒന്നും തന്നെ ശരിയായിട്ടില്ല, റൈറ്റ്? എല്ലാം നമ്മൾ ശരിയാക്കണം. ക്ലിയർ? നത്തിങ് ഈസ് പെർഫെക്റ്റ് ഹിയർ, എവറിത്തിങ് ഈസ് പ്രോഗ്രസീവ്. ഇന്നത്തെ ശരി നാളത്തെ ശരി അല്ല, നാളത്തെ ശരി മറ്റന്നാളത്തെ ശരി ആവില്ല, ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ഇവിടെ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ഹോപ്പ് മാറ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പിണക്കം തോന്നുമ്പോൾ, പരിഭവം തോന്നുമ്പോൾ, കുടുംബങ്ങളിലെ കളിച്ചു തോന്നുമ്പോൾ, ഗീവപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ നിന്ന് മാറാൻ തോന്നുമ്പോൾ, ഇത് എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതിൽ ചെറിയൊരു അംശമെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ഒന്ന് കേട്ടാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് വരാതെ റീകൂപ്പ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എന്തെങ്കിലും ഈ വീഡിയോയിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും വെരി പ്രാക്ടിക്കൽ വിസ്ഡം, അല്ലാണ്ട് വേറെ ഇതിൻ്റെ റോക്കറ്റ് സയൻസ് ഇല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അടിയിൽ ഇടുക. അപ്പോഴേ ഇത് ആളുകൾക്ക് എന്താണ് നമ്മൾ ചിന്തിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും വല്ല എഫക്റ്റ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ഉണ്ടായിട്ട് ആ കുടുംബത്തിനോ ആ വ്യക്തിക്കോ ആളുകൾക്കോ ഒരു സമാധാനം, സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമാധാനം, സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും കമൻറ്റുകൾ അടിയിൽ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യം വരുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാം പ്ലീസ്. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൾറെഡി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈയേഴ്സും ഒക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. നീ കളഭമാടുന്ന നേരം ആ പരിമളം എന്റെ വീട് കണ്ടാലും അവർ ഹോം ഇറ്റ്സ് ലൈക്ക് ഓസം. സമയമേ നീയോ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, നിറയുക സിരകളിൽ അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്റ്റില്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇതിൽ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ട്. കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.